എറണാകുളത്തെ എന്റെ കേരളം പ്രദർശന വിപണന മേളയിലെ പ്രധാന ആകർഷണമാണ് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റാളിലെ റോബോട്ടിക് ഫയർ ഫൈറ്റർ. തീ പിടിച്ച സ്ഥലത്ത് നിന്ന് 200 മീറ്റർ അകലെ നിന്ന് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്ന അഗ്നിരക്ഷാസേനയുടെ റോബോട്ടിക് ഫയർ ഫൈറ്റർ ഏറെ കൗതുകത്തോടെയാണ് മേളയ്ക്കെത്തുന്നവർ കാണുന്നത്. തീ നിയന്ത്രണ വിധേയമല്ലാത്ത ഇടങ്ങളിലേക്ക് ഈ റോബോട്ടിനെ കടത്തിവിടാം. വാതിലുകളും പടികളും അനായാസം കടന്ന് റോബോട്ട് രക്ഷയ്ക്കെത്തും. റോബോട്ടിൽ ഘടിപ്പിച്ചിട്ടുള്ള തെർമൽ ഇമേജ് ക്യാമറ വഴി എവിടെയെല്ലാം ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുവെന്നറിഞ്ഞ് അതിവേഗം രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കും. നിയന്ത്രണ വിധേയമല്ലാത്ത അഗ്നിബാധ പ്രദേശങ്ങളിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിനൊപ്പം റോബോട്ടിക് ഫയർ ഫൈറ്ററും ഉണ്ടാകും. 1 കോടി മുതൽ 4 കോടി രൂപ വരെയാണ് റോബോട്ടിന്റെ ചെലവ്. കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം എന്നീ മേഖലകളിലാണ് റോബോട്ടിക് ഫയർ ഫൈറ്റർ ഉപയോഗിക്കുക. ഉദ്യോഗസ്ഥർക്ക് റോബോട്ട് പ്രവർത്തിപ്പിക്കാൻ പ്രത്യേക പരിശീലനവും നൽകും. വലിയൊരു തീപിടുത്തം ഉണ്ടാകുമ്പോൾ പലപ്പോഴും സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ ആ അപകടത്തിലേക്ക് എടുത്തു ചാടുന്നത്. ആ തീച്ചൂളയിലേക്ക് ചാടുമ്പോഴൊക്കെയും അവിടെയുള്ള ആളുകളുടെ ജീവൻ സംരക്ഷിക്കുക, അല്ലെങ്കിൽ ഒരു അപകടവും കൂടാതെ ആ ബിൽഡിങ്ങിൽ നിന്നും ആളുകളെ പുറത്തെത്തിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും ഇവരുടെയൊക്കെ ഒരു ഉദ്ദേശം എന്നുള്ളത്. പലപ്പോഴും ഇവരുടെ ജീവൻ അവിടെ അപകടത്തിലാകുന്ന ഒരു സ്ഥിതിയും നമ്മൾ കാണാറുണ്ട്. അതിനൊക്കെ ഒരു പരിഹാരം എന്നുള്ള രീതിയിലാണ് ഈ റോബോട്ടിക് ഫയർ ഫൈറ്ററെ അവതരിപ്പിച്ചിട്ടുള്ളത്. കൊച്ചിയിൽ നിന്നും ടിബിൻ ടോമിനൊപ്പം ഷീന മാർട്ടിൻ, ന്യൂസ് മലയാളം.